Hello dear students, today we are going to discuss on the family Ranunculaceae. So Ranunculaceae is otherwise known as the buttercup family. It includes 35 genera and 1500 species, out of which 163 species are confined to India. And the species of Ranunculaceae, they are mostly found in the temperate and Arctic regions. ഇനി നമ്മൾ അതിൻ്റെ പേര്, അതായത് നമ്മളിതിനെ ബട്ടർകപ്പ് ഫാമിലി എന്നാണ് വിളിക്കുന്നത്. സോ ഹൗ ഡസ് ദിസ് നെയിം സൂട്ട്സ് ഫോർ ദിസ് ഫാമിലി? സോ ഇഫ് യു സീ ദ ഫ്ലവർ, നമ്മളിതിൻ്റെ ഫ്ലവറിനെ കാണുവാണെങ്കിൽ ഒരു കപ്പ് പോലെ ഇരിക്കുന്നത് അല്ലേ. സോ ദ നെയിം ബട്ടർകപ്പ് ഒറിജിനേറ്റ്സ് ഫ്രം ദ ഷേപ്പ് ഓഫ് ദ ഫ്ലവർ ആൻഡ് ഓൾസോ നമ്മളതിനെ ബട്ടർകപ്പിന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ബിക്കോസ് ഇൻ കാനഡ ദ ചിൽഡ്രൻ ദേ പ്ലേ എ ഗെയിം. ഇപ്പം അതിനകത്ത് ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബട്ടർകപ്പ് ഫ്ലവർ അല്ലെങ്കിൽ റണങ്കുലസ് ഫ്ലവറിനെ നമ്മൾ ബട്ടർകപ്പ് ഫ്ലവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ചിന്നിന് താഴെ അവർ ഹോൾഡ് ചെയ്യും. സോ ദേ ഹോൾഡ് ഇറ്റ് അണ്ടർ ദ ചിൻ ടു സീ ഇഫ് ദേ ലൈക്ക് ബട്ടർ. ഓക്കെ, ആൻഡ് ഇഫ് ഇറ്റ് ലീവ്സ് ആൻ യെല്ലോ മാർക്ക്, ചിന്നിൻ്റെ അടിയിൽ യെല്ലോ മാർക്ക് അത് ലീവ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ചൈൽഡ് അപ്പാരൻ്റ്ലി ലൈക്സ് ബട്ടർ. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഈ റണങ്കുലേസിയെ മെമ്പേഴ്സിനെ നമ്മൾ ബട്ടർകപ്പ് ഫാമിലി എന്ന് വിളിക്കുന്നത്. സോ ദ നെയിം ഒറിജിനേറ്റ്സ് ഫ്രം ദ ഷേപ്പ് ഓഫ് ദ ഫ്ലവർ ആൻഡ് ഫ്രം ആൻ ഓൾഡ് ഇംഗ്ലീഷ് ചിൽഡ്രൻസ് ഗെയിം ദാറ്റ് ഈസ് ഓൾസോ ഫെമിലിയർ ടു കനേഡിയൻ youth. Okay, so if you see all the members of this family, the flowers mostly resemble a cup like shape. അതുകൊണ്ട് ബട്ടർകപ്പ് ഫാമിലി എന്ന് നമ്മളതിനെ വിളിക്കുന്നത്. ഇനി നമ്മളുടെ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് ക്യാരക്ടേഴ്സ്, അതായത് റണങ്കുലേസിയ ആണ് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു ഫ്ലവറിനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിനെ നമുക്ക് പെട്ടെന്ന് റണങ്കുലേസിയ മെമ്പറാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം. സോ മോസ്റ്റ്ലി ദേ വിൽ ബി ഹെർബ്സ്, ലീവ്സ് എക്സ്റ്റിപ്പുലേറ്റ്, ഇൻസൈസ്ഡ് ബ്ലേഡ്സ്, ഷീതിങ് ബേസസ് കാണും, ഫ്ലവേഴ്സ് ഹൈപ്പോഗൈനസ് ആയിരിക്കും, സ്പൈറൽ ഓർ സ്പൈറോസൈക്ലിക്, സെപ്പിൾസ് ഓഫൺ ഡെസീഡിയസ്, യൂഷ്വലി പെറ്റലോയിഡ്, കാലിക്സ് ആൻഡ് കൊറോള ഫ്രീ ആയിരിക്കും. പിന്നെ ചിലതിനകത്ത് കാലിക്സ് ആൻഡ് കൊറോള ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റേമെൻസ് ഇൻഡെഫിനിറ്റ് ആയിരിക്കും. ഇൻഡെഫിനിറ്റ് എന്ന് വെച്ചാൽ മോർ ദാൻ 100 യു ക്യാൻ സീ സ്റ്റേമെൻസ്. പിന്നെ ഫ്രീ ആയിരിക്കും. കാർപ്പിൾസ് പോളികാർപ്പുലർലി ആയിരിക്കും. അപ്പോകാർപ്പസ് ആയിരിക്കും. ഫ്രൂട്ട്സ് അഗ്രിഗേറ്റ് ആയിരിക്കും. ഇപ്പോഴും ഓർക്കണം, റണങ്കുലേസിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് വെച്ചാൽ ദ ഫ്രൂട്ട് ഈസ് അഗ്രിഗേറ്റ്. നമ്മൾ ഹാബിറ്റിലേക്ക് വരുവാണെങ്കിൽ പ്ലാന്റ്സ് ആനുവൽ ഓർ പെരിനിയൽ ഹെർബ്സ് ആയിരിക്കും. ചിലപ്പോൾ ക്ലൈംബിംഗ് ഷ്രബ്സ് ആയിരിക്കും. ക്ലമാറ്റിസ് ആൻഡ് നെറവേലിയൊക്കെ ക്ലൈംബിംഗ് ഷ്രബ്സാണ്. ക്ലമാറ്റിസ് നമ്മൾ മരമുല്ലെന്ന് പറയും. ഓക്കെ, ആൻഡ് റെയർലി ട്രീസ് ആർ ഫൗണ്ട് ഇൻ ദിസ് ഫാമിലി. ദ പെരിനേറ്റ് ബൈ മീൻസ് ഓഫ് ട്യൂബ്രസ് റൂട്ട്സ് ഓർ റൈസോംസ്. അക്കോണിറ്റം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. അതിനകത്ത് നിന്ന് അക്കോണൈറ്റ് എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് ഈൽഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ മെഡിസിനൽ പ്ലാന്റ്. റൂട്ട് ടാപ്പ് റൂട്ട് ആയിരിക്കും. ചിലപ്പോൾ അഡ്വൻറ്റീഷ്യസ് ഓർ ട്യൂബറസ് ആയിരിക്കും. എക്സാമ്പിൾ റണങ്കുലസ് ആൻഡ് എക്കോണിറ്റം. സ്റ്റെം നമ്മളെടുത്ത് നോക്കുവാണെങ്കിൽ ഹെർബേഷ്യസ് സ്റ്റെം ആയിരിക്കും. ആൻഡ് ഇൻ സം സ്പീഷീസ് ക്ലമാറ്റിസ് ഒരു എക്സെപ്ഷനാണ്, ക്ലൈംബിംഗ് ആയിരിക്കും. ഓർ അണ്ടർഗ്രൗണ്ട് റൈസോം ആൻഡ് ഇറക്റ്റ് ആൻഡ് ബ്രാഞ്ച്ഡ്. നെക്സ്റ്റ് ലീവ്സ് നോക്കുവാണെങ്കിൽ ജനറലി സിമ്പിൾ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഓർ ഓപ്പോസിറ്റ് ലീവ്സ് ആയിരിക്കും ക്ലമാറ്റിസിൽ. നിങ്ങളുടെ വീട്ടിലൊക്കെ മരമുല്ല ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. പിന്നെ എക്സ്റ്റിപ്പുലേറ്റ് എന്നത് സ്റ്റിപ്യൂൾസ് ആബ്സെൻ്റ് ആയിരിക്കും. റെയർലി സ്റ്റിപ്പുലേറ്റ്, താലക്ട്രം സ്പീഷീസിൽ സ്റ്റിപ്പുലേറ്റ് ആയിരിക്കും. ഷീതിങ് ലീഫ് ബേസസ്, പീറ്റിയോളേറ്റ് റെയർലി സെസൈൽ. ഡെൽഫീനിയത്തിനകത്ത് സെസൈൽ ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താണ്, ഇറ്റ്സ് നോൺ പീറ്റിയോളേറ്റ്. ആൻഡ് ഇൻ സം അക്വാട്ടിക് സ്പീഷീസ് ലീവ്സ് മേ ഷോ ഡൈമോർഫി. രണ്ട് തരത്തിലുള്ള ലീവ്സ് കാണും. എക്സാമ്പിൾ റണങ്കുലസ്. പിന്നെ വീനേഷൻ നോക്കുവാണെങ്കിൽ യൂണികോസ്റ്റേറ്റ് ഓർ മൾട്ടികോസ്റ്റേറ്റ് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും. ഇനിയും ഇൻഫ്ലോറസൻസിലേക്ക് വരുമ്പം സോളിറ്ററി ടെർമിനൽ ആയിരിക്കും. എക്സാമ്പിൾ അനിമോൺ, ആക്സിലറി ഇൻ ക്ലമാറ്റിസ്, റസീം ഇൻ അക്കോണിറ്റം ആൻഡ് ഡെൽഫീനിയം ആൻഡ് സൈമോസ് ഇൻ റണങ്കുലസ് സ്പീഷീസ്. ഫ്ലവർ എടുത്ത് നോക്കുകയാണെങ്കിൽ പെഡിസിലേറ്റ് ആയിരിക്കും. മോസ്റ്റ്ലി ഈ ബ്രാക്റ്റിയേറ്റ് ആയിരിക്കും. ബട്ട് ഇൻ സം സ്പീഷീസ് ദേ മേ ബി ബ്രാക്റ്റിയേറ്റ്. ഹെർമാഫ്രോഡൈറ്റ് ആയിരിക്കും. ബട്ട് ഇൻ താലക്ട്രം യൂണിസെക്ഷൽ ആയിരിക്കും. പിന്നെ മോസ്റ്റ്ലി ആക്ടിനോമോർഫിക് ആയിരിക്കും. സോ റണങ്കുലസ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. റെയർലി സൈഗോമോർഫിക് എക്സാമ്പിൾ കാണാൻ പറ്റുന്നത് ഡെൽഫീനിയം, അക്കോണിറ്റം എന്നായിരിക്കും. പിന്നെ ഹൈപ്പോഗൈനസ് ആയിരിക്കും കംപ്ലീറ്റ് ആൻഡ് പെൻഡാമിറസ്. ഇനി കാലിക്സ് ഞാൻ ആദ്യമേ പറഞ്ഞു, ശരിക്കും മിക്ക സ്പീഷീസിലും യു കനോട്ട് ഡിഫറൻഷിയേറ്റ് ദ കാലിക്സ് ആൻഡ് കൊറോള. ദറ്റ്സ് എ പ്രസൻസ് ഓഫ് എ പെരിയാന്ത്. But in some species you can differentiate the calyx and corolla, and if so calyx is present, they may be 5 in number,
ദെൻ കോഡുക്കസ് ആയിരിക്കും, പോളിസെപ്പാലസ് ആയിരിക്കും, പെറ്റലോയിഡ്, ഇംബ്രിഗേറ്റ് ഓർ വാൽവേറ്റ് എസ്റ്റുവേഷൻ. കൊറോള ആണെങ്കിൽ പെറ്റൽസ് 5 ആയിരിക്കും, പോളിപെറ്റാലസ് വേരിയസ്ലി കളേർഡ് ആയിരിക്കും. അത് നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ പെറ്റൽസ് നല്ല കളറുള്ള പെറ്റൽസ് ആയിരിക്കും. ദേ മേ റേഞ്ച് ഫ്രം യെല്ലോ, പിന്നെ അതുപോലെ തന്നെ പിങ്ക് ഉണ്ട്, വയലറ്റ് ഉണ്ട്. സോ നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളേഴ്സുള്ള പെറ്റൽസ് ആയിരിക്കും. പിന്നെ നെക്ടറീസ് മേ ബി പ്രസൻറ്റ് അറ്റ് ദ ബേസ് ഓഫ് ദ പെറ്റൽസ് ആൻഡ് പെറ്റൽസ് ഇൻ ഡെൽഫീനിയത്തിനകത്ത് പെറ്റൽസ് ആർ യുണൈറ്റഡ് ടു ഫോം എ സ്പർ. നെക്സ്റ്റ് ആൻഡ്രീഷ്യം, സ്റ്റേമൻസ് ഇൻഡെഫിനിറ്റ് ആയിരിക്കും, പോളി ആൻഡ്രോസ് ആയിരിക്കും, സ്പൈറലി അറേഞ്ച്ഡ് ഓൺ ദ തലാമസ്. നമ്മളെപ്പോഴും ആലോചിക്കേണ്ട കാര്യം സ്പൈറൽ അറേഞ്ച്മെൻറ്റ് ഓഫ് സ്റ്റേമൻസ് ആൻഡ് കാർപ്പിൾസ് ഇൻ റനങ്കുലേസിയ മെമ്പർ, അത് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. പിന്നെ ഇൻഫീരിയർ ആയിരിക്കും, ആന്തേഴ്സ്, ഡൈത്തീക്കസ് ആയിരിക്കും, എക്സ്ട്രോസ് ആൻഡ് അഡ്നൈറ്റ്. ഓക്കെ, ക്യാരക്ടേഴ്സൊക്കെ നിങ്ങൾ മെയിൻ ടാക്സോണോമിക് ജനറൽ ക്യാരക്ടേഴ്സ് പഠിക്കുമ്പോൾ അതിനകത്ത് പഠിച്ചിട്ടുള്ള, ഡിഗ്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഗൈനീഷ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ പോളി കാർപ്പിളറി ആയിരിക്കും, അപ്പോകാർപ്പസ്, റെയർലി സിൻകാർപ്പസ്, and ovary will be superior with marginal placentation but axial placentation in Nigella. Nigella എന്ന് വെച്ചാൽ ബ്ലാക്ക് കുമിൻ. ഫ്രൂട്ട് എല്ലാ സ്പീഷീസിലും മോസ്റ്റ്ലി എല്ലാ സ്പീഷീസിലും അഗ്രിഗേറ്റ് ആയിരിക്കും, പക്ഷേ റനങ്കുലസിനകത്ത് ഇറ്റീരിയ ഓഫ് അക്കീൻസ് ആയിരിക്കും, അക്കോണിറ്റിനകത്ത് ഇറ്റീരിയ ഓഫ് ഫോളിക്കിൾസ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കുക, അപ്പോൾ എനിക്കിത് മനസ്സിലാവും. പിന്നെ അതുപോലെ നൈജല്ലയ്ക്കകത്ത് സെപ്റ്റിസൈഡൽ ക്യാപ്സ്യൂളായിരിക്കും, അനാക്റ്റിയ സ്പീഷീസിനകത്ത് ബെറി ആയിരിക്കും. ഓക്കെ, സീഡ് എൻഡോസ്പെർമിക് സീഡ് ആയിരിക്കും, ആൻഡ് പോളിനേഷൻ ഈസ് എൻഡമോഫിലസ്. എൻഡമോഫിലസ് മീൻസ് പോളിനേഷൻ ത്രൂ insects. Okay, so it's endomophilous. Floral formula, you can see the floral formula I have written here, and here the androecium and gynoecium, they are indefinite, and some examples have been given. Floral diagram കൊടുത്തിട്ടുണ്ട്. So here you can see number of stamens are present. ചിലതിനകത്ത് stamens reduce റിഡക്ഷൻ കാണും, ചിലതിനകത്ത് എന്താണ് കുറേ layers of, you can see many എന്താണ് സൈക്ലിക് അറേഞ്ച്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പൈറൽ അറേഞ്ച്മെൻറ്റ് ഓഫ് സ്റ്റേമൻസ് ആയിരിക്കും, ആൻഡ് ഓൾസോ ദി സ്പൈറൽ അറേഞ്ച്മെൻറ്റ് ഓഫ് കാർപ്പൽസ്. Now if you come to the economic importance of Ranunculaceae, they are used as a condiment. അതായത് നൈജല്ല സെറ്റൈവ നമ്മൾ ബ്ലാക്ക് ജീര എന്ന് പറയും, അതിൻ്റെ സീഡ്സ് നമ്മൾ പിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മെഡിസിനൽ നമ്മൾ നേരത്തെ പഠിച്ചത് അക്കോണിറ്റം സ്പീഷീസിന് അക്കോണൈറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അക്കോണിറ്റിൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ് which is used in acute and inflammatory diseases. താലിക്ടത്തിൻ്റെ റൂട്ടിൽ നിന്ന് നമുക്ക് മെമീര എന്ന് പറയുന്ന ഒരു ഡ്രഗ് കിട്ടുന്നുണ്ട്, which is used in ophthalmia, and anemone is used in feminine diseases and also in gastric disorders. So economic importance നോക്കുകയാണെങ്കിൽ വളരെ വേറെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള സ്പീഷീസ് ഇതിനകത്തില്ല, റനങ്കുലേസിക്കകത്ത് വളരെ കുറവാണ്. ബട്ട് എന്നാൽ പോലും കുറച്ച് സ്പീഷീസൊക്കെ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് സ്പീഷീസാണ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് next important species is Sesamifuga racemosa, which gives a black snake root containing resin. Resin ഉണ്ട്, and it has been recommended for the treatment of cholera and nervous pain. പിന്നെ അതുപോലെ തന്നെ ഡെൽഫീനിയൻ സ്പീഷീസ് ഒക്കെ പാരസൈറ്റ്സിനെതിരെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഓർണമെൻറ്റൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഗാർഡൻസിലൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് റനങ്കുലസ്, ഡെൽഫീനിയം, നെർവേലിയ, ക്ലമാറ്റിസ്, നൈജല്ല ആൻഡ് കാൽത്ത സ്പീഷീസ്. Now this Ranunculaceae, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് പ്രിമിറ്റീവ് ഫാമിലി ഓഫ് ദി ഡൈക്കോട്ടിലിഡൻസ്. സോ ബന്ധമാൻ ഹുക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് they are placed in the class Dicotyledons, but Engler, Rentel and others, they have put under the family under the Archiclamidae. Now what are the close relationship of this family with the monocotyledon? Though it is coming under dicots, it shares a similarity with the monocots. ഫസ്റ്റ് വൺ ഇസ് ദി ട്യൂബുലാർ കോട്ടുലാർ ഷീത്ത് ഫോർമേഷൻ, അല്ലേ? ഷീത്ത് ശരിക്കും നമ്മൾ കാണപ്പെടുന്നത് മോണോകോട്ട്സിനകത്താണ്, പക്ഷേ ഡൈക്കോട്ട്സിലും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ലീഫ് ബേസിസ് ആർ ബ്രോഡൻഡ് ഇൻ ടു എ ഷീത്ത് ആൻഡ് റൈസോം ഫോർമേഷൻ. പിന്നെ അതുപോലെ തന്നെ വാസ്കുലർ ബണ്ടിൽസ് സ്കാറ്റേർഡ് ആയിരിക്കും. ആൻഡ് എൻഡോസ്പെർമസ് സീഡ്സ്, ചിലതൊക്കെ ഡൈക്കോട്ട്സിനകത്ത് സാധാരണ നോൺ എൻഡോസ്പെർമിക്ക, പക്ഷേ ആസ് ഇറ്റ് ഷോസ് സിമിലാരിറ്റി ടു മോണോകോട്ട്സ് ദർ പ്രസൻസ് ഓഫ് എൻഡോസ്പെർമിക് സീഡ്. And then free carpels, resemblance of flowers with alismaceae. So the carpels are free. ഇനിയും
This family has been linked with the Rosaceae. Ranunculaceae, it shares a close resemblance to Rosaceae due to the presence of free and numerous stamens and carpels. അപ്പോൾ അതൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്, അത് ഓർത്ത് വെച്ചേക്കണം. പ്രസൻസ് ഓഫ് ഫ്രീ ആൻഡ് ന്യൂമറസ് stamens and carpels. പിന്നെ the dimorphic leaves and hypogynous flowers of Ranunculaceae trace the relationship with the family Nymphaceae. Nymphaceae ആയിട്ട് റിസംബ്ലൻസ് വരുന്നത് ഡൈമോർഫിക് ലീവ്സ്. അപ്പോൾ Nymphaceae ഫാമിലി നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനകത്തറിയാം ഡൈമോർഫിക് ലീവ്സാണ് ഉള്ളത്. സോ അങ്ങനെ ചില Ranunculaceae മെമ്പേഴ്സിനകത്ത് ദർ ഇസ് എ പ്രസൻസ് ഓഫ് ഡൈമോർഫിക് ലീവ്സ് ആൻഡ് ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് Ranunculaceae ഫാമിലീസിൻ്റെ പ്രിമിറ്റീവ് ക്യാരക്ടേഴ്സ് നോക്കാം. പെരിനിയൽ ഹാബിറ്റ്, ദെൻ പ്രസൻസ് ഓഫ് ട്രീ ഓർ ഷബ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റിപ്യൂൾസിൻ്റെ പ്രസൻസ്, റെറ്റിക്കുലേറ്റ് വീനേഷൻ ഓഫ് ലീവ്സ്, ഫ്ലവേഴ്സ് ഹെർമഫ്രോഡൈറ്റ്, then actinomorphic flowers, large number of petals, calyx and corolla is free. പിന്നെ ഗൈനീഷ്യം പോളികാർപ്പിൾ നമുക്കറിയാം, ഒന്നിൽ കൂടുതൽ കാർപ്പിൾസ്, ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് കാർപ്പിൾസ്, ഓവ്യൂൾസ്, അനാട്രോപ്പസ്. സോ ഇത്രയായിരിക്കും ഇതിൻ്റെ പ്രിമിറ്റീവ് ക്യാരക്ടേഴ്സ്. ഇനി അഡ്വാൻസ്ഡ് ക്യാരക്ടേഴ്സ് ആകുമ്പം മോസ്റ്റ്ലി എല്ലാ ഹെർബ്സ് ആയിരിക്കും. കോമ്പൗണ്ട് ലീവ്സ്, ക്ലെമാറ്റിസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ലീവ്സ് കോമ്പൗണ്ട് ആയിരിക്കും. പിന്നെ സ്റ്റിപ്യൂൾസ് എക്സ്റ്റിപ്പുലേറ്റ് ആണെന്ന് പറഞ്ഞു, താലക്ട്രത്തിനകത്ത് മാത്രമേ ഉള്ളൂ സ്റ്റിപ്യൂൾസ് ഉള്ളത്. പിന്നെ സൈഗോമോർഫിക് സിമെട്രി ആയിരിക്കും. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, പെറ്റൽസ് ഫ്യൂസ്ഡ് ആൻഡ് ഫോംസ് എ സ്പർ. ഡെൽഫീനിയം ഫ്ലവർ എടുത്ത് നോക്കുമ്പം അതിനകത്തൊരു സ്പേറിൻ്റെ ഫോർമേഷൻ ഉണ്ട്, പെറ്റൽസ് എല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത് ഒരു സ്പേർ പോലെ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഗൈനീഷ്യംസ് ഇൻ കാർപ്പസ. ഇനി കോമൺ പ്ലാന്റ്സ്, അതായത് ഈ ഫാമിലിയിലെ കോമൺ പ്ലാന്റ്സ്, ഒന്ന് അക്കോണിറ്റം, ഓക്കെ, വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഐസൊലേഷൻ ഓഫ് സെവറൽ ആൽക്കലോയിഡ്സ്. പിന്നെ ക്ലമാറ്റിസ് നമ്മൾ വീട്ടിലൊക്കെ എന്താണ് ഗ്രോ ചെയ്യിപ്പിക്കും, ഇറ്റ്സ് എ ക്ലൈംബർ. പിന്നെ ഡെൽഫീനിയം, അതൊരു ഓർണമെൻ്റൽ പ്ലാന്റാണ്. നെക്സ്റ്റ് ഈസ് റണങ്കുലസ്, ഇറ്റ്സ് എ ഹെർബ്. ദെൻ നൈജെല്ല ആക്ച്വലി the seeds are used as a condiment. Then thalictrum, which is having many medicinal properties and it's a perennial herb. So these 6 plants are the commonly found plants. ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, പക്ഷേ കോമൺലി കാണപ്പെടുന്ന പ്ലാന്റ്സ് ആണ് ഈ 6. ഓക്കെ, സോ ദീസ് ആർ ദ ഇമേജസ്. ഓക്കെ, ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് റണങ്കുലസ്, നിങ്ങൾക്ക് അതിൻ്റെ ആ ഫ്ലവർ കണ്ടാൽ മനസ്സിലാവും, കപ്പ് ഷേപ്ഡാണ്. പിന്നെ ഉള്ളത് ഡെൽഫീനിയ. ഓക്കെ, ഡെൽഫീനിയം, ബ്ലൂ ആൻഡ് വയലറ്റ് ഫ്ലവേഴ്സ്. ദെൻ അക്കോണിറ്റം, അതുപോലെ തന്നെ ക്ലെമാറ്റിസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മരമുല്ല. ഓക്കെ, ദെൻ താലക്ട്രം സ്പീഷീസ് ഉണ്ട്. അപ്പോൾ ഇത് കോമൺലി കാണപ്പെടുന്ന Ranunculaceae മെമ്പേഴ്സിലെ സ്പീഷീസാണ്. നിങ്ങൾ എനിക്ക് തോന്നുന്നു ക്ലെമാറ്റിസ് കണ്ടു കാണും, ഇറ്റ്സ് കോമൺലി ഫൗണ്ട്. സോ താങ്ക് യു.